എല്ലാവർക്കും നമസ്കാരം. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇപ്പോ സ്വാഗത ഭാഷക പറഞ്ഞതുപോലെ തന്നെ ഐസർ, ശാസ്ത്ര പഠനത്തിന് ഐസർ, ഈ ഒരു വിഷയത്തിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് ഐസർ, ഐസറിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെന്റ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, നമുക്ക് ഐസർ പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാവുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഓവർവ്യൂ ആണ് ഇന്നത്തെ ഈ വെബിനാറിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു വെബിനാറിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഞാനും എൻ്റെ പേരിലൊരു സ്വാഗതം അറിയിക്കുകയാണ്. നമുക്ക് തുടങ്ങാം അല്ലെ? അപ്പോ ഞാൻ ലുബ്ന, സിജിയിലെ കരിയർ കൗൺസിലർ ആണ്. നമ്മൾ നോർമലി കെയർ കൗൺസിലിങ്ങിലൊക്കെ ഇരിക്കുന്ന സമയത്ത് സിജിയില് വരുന്ന +2 അല്ലെങ്കിൽ +2 കഴിഞ്ഞ് വരുന്ന കുട്ടികളിൽ നമ്മൾ അവരോട് ചോദിക്കുന്ന സമയത്ത് എന്താണ് അവരുടെ കെയർ പ്ലാൻ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് നോർമലി ഒരു ഏത് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, സയൻസോ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ, അവരുടെ ആഗ്രഹം ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ കാണാൻ സാധിക്കാറുള്ളത് ഏതെങ്കിലും ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കണം എന്നതാണ് അവർ മിക്കവാറും പറയാനുള്ളത്. ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ അതല്ലെങ്കിൽ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥാപനങ്ങൾ പഠിക്കുക എന്നത് തന്നെയാണ് കുട്ടികൾ പറയാറുള്ളത്. അതിൽ വളരെ സന്തോഷം തോന്നാറുമുണ്ട്. അത് ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ടൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള കുട്ടികളാവുന്ന സമയത്ത് അത് ഒന്നെങ്കിൽ അവർ വളരെ പാഷനേറ്റ് ആയിട്ട് സയൻസ് എടുത്ത കുട്ടികളായിരിക്കാം, അല്ലെ? സയൻസ്, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജി ഒക്കെ പഠിച്ച് അതിൽ വളരെ പാഷൻ തോന്നുന്ന കുട്ടികൾ ഈ സബ്ജക്ട്സ് തന്നെ ഡിമാൻഡ് ചെയ്യുന്ന ഹയർ എഡ്യൂക്കേഷൻ ഓപ്റ്റ് ചെയ്യാന്നുള്ള ഒരു സ്ട്രാറ്റജി എടുക്കാറുണ്ട്, അതായത് മെഡിക്കലോ എഞ്ചിനീയറിംഗ് ഫീൽഡോ. ഇനി അതല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ഈ സയൻസ് സബ്ജക്റ്റിൽ ഒരു ഇൻഡെപ്ത് സ്റ്റഡി നടത്തണം, കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വേൾഡിന് കൊടുക്കണം, ഒരു കുഞ്ഞു സയന്റിസ്റ്റ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളും വരാറുണ്ട്. അപ്പൊ അവരോട് ചോദിക്കുന്ന സമയത്ത് അവരുടെ പ്രിഫറൻസ് ലിസ്റ്റിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ പെട്ടവയാണ് തീർച്ചയായിട്ടും ഐസറും നൈസറും IISc ബാംഗ്ലൂരും ഒക്കെ, അല്ലെ? ഇപ്പം ഐസർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ഇത് തന്നെയാണ് മിക്കവാറും കുട്ടികളുടെ ഒരു ആഗ്രഹം, ഈ ഒരു ക്യാമ്പസിൽ പഠിക്കണം എന്നുള്ളത്. എന്താണ് ഈ ഐസറിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, അല്ലെ? പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ സയൻസ് എഡ്യൂക്കേഷനും റിസർച്ചും ഇതാണ് മെയിൻ ആയിട്ട് ഐസറിലെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്തരം സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഈ കമ്മിങ് സ്ലൈഡ്സിലൂടെ നമുക്ക് അറിയാം. അപ്പോ തുടങ്ങാം. സ്ലൈഡ് മാറുന്നുണ്ടല്ലോ അല്ലെ? എവിടാണ് ഐസറിന് ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് എന്നുള്ളതാണ്. തനതായ നമ്മുടെ നാട്ടിൽ തുടർന്ന് വരുന്ന ഡിഗ്രി PG പ്രോഗ്രാമില് ഇപ്പം ബേസിക് സയൻസില് കെമിസ്ട്രിയിലോ ഫിസിക്സിലോ ബയോളജിയിലോ ഒക്കെ കഴിയുന്ന കുട്ടികൾക്ക് ഒരു റിസർച്ച് ബേസിലുള്ള ഒരു സ്റ്റഡി എന്നുള്ളത് വളരെ കുറവാണ്. ഇനി അതല്ല, അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിനോട്ട് എത്താനുള്ള ദൂരം വളരെ വലുതുമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലായിരുന്നു മുന്നേ നമ്മുടെ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഒരു തീരുമാനത്തിൽ എത്തുന്നത് നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി കൊടുക്കണം. അങ്ങനെ ആ ഒരു ചിന്തയിൽ നിന്ന് 2006 സെൻട്രൽ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്നുള്ള സ്ഥാപനം. അത് ആദ്യത്തില് കൊൽക്കത്തയിലും പൂനെയിലും ആണ് തുടങ്ങുന്നത്. ശേഷം ഓൾ ഇന്ത്യ ലെവലിൽ 7ഓളം സ്ഥാപനങ്ങളായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ഐസറിന് പറ്റിയിട്ടുണ്ട്. ടോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയ MIT പോലുള്ള അല്ലെങ്കിൽ മാക്സ് പ്ലാങ്കിനെ പോലുള്ള ഒരു സ്ട്രക്ചർ, ഒരു ഫ്രെയിംവർക്ക് ആണ് ഐസറും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ മെയിൻ ഈ ഒരു സ്ഥാപനങ്ങളുടെ ഉദ്ദേശം റിസർച്ച് ലേണിംഗിലുള്ള ഒരു ഗ്യാപ്പ്, അല്ലെ, അതൊന്ന് ബ്രിഡ്ജ് ചെയ്യുക, കുട്ടികൾക്ക് കൂടുതലായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള
സ്റ്റഡി ഫാക്കൽറ്റീസും അല്ലെങ്കിൽ സ്റ്റഡി അറ്റ്മോസ്ഫിയറും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു ഐസറിന്റെ ഉദ്ദേശം. എന്താണ് ഐസറിന്റെ വിഷൻ? നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സലന്റ് സയൻസ് എഡ്യൂക്കേഷൻ. സയൻസ് എഡ്യൂക്കേഷനിൽ എക്സലൻസ് കൊണ്ടുവരാം, വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ലെവലിലുള്ള സയൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അതിൽ ഏറ്റവും ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഡിഗ്രി പ്രോഗ്രാമുകൾ തന്നെയാണ്. അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയും. DSMS എന്ന് പറയുന്ന ഡുവൽ ഡിഗ്രി പ്രോഗ്രാം, അതിന്റെ ഫ്രെയിംവർക്ക് കാര്യങ്ങളൊക്കെ. പിന്നെ മറ്റൊരു മെയിൻ വിഷൻ എന്ന് പറയുന്നത് ഗ്ലോബലി അല്ലെ മറ്റുള്ള യൂണിവേഴ്സിറ്റീസും ഇൻഡസ്ട്രീസും ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികളെയും അത്തരത്തില് ഒരു വേൾഡ് ക്ലാസ് ലെവലിലോട്ട് അവരെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാം അല്ലെ. അതിന് കൂടുതൽ നമ്മളൊരു ബേസിക് സയൻസിൽ മാത്രം ഫോക്കസ് ചെയ്യാണ്ട് ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു സ്റ്റഡി അപ്രോച്ച് കൊണ്ടുവരാ എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു ഐസറിന്റെ മെയിൻ മിഷൻ. അപ്പോ ഇപ്പൊ ഒരു +2 സയൻസ് പഠിച്ചിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് അവൻ ഐസർ ഓപ്റ്റ് ചെയ്യണം അല്ലെ? പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തൊക്കെയാണ് ഐസറിൽ? ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും എന്താണ് ഐസറിൽ കീ ഫീച്ചേഴ്സ് എന്നുള്ളത് അല്ലെ. അപ്പൊ അതൊന്നുകൂടെ നമ്മൾ പറയുവാണെങ്കിൽ, അവിടെ ഇപ്പൊ ഒരു ഐസറിൽ എൻ്റർ ചെയ്യുന്ന ഒരു കുട്ടി 5 വർഷത്തെ അവരുടെ സ്റ്റഡി ടൈമിൽ അവൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അവിടുത്തെ ക്ലാസ് റൂമുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ക്ലീഷേ സ്റ്റൈൽ നമ്മൾ കാണുന്ന ഒരു ലെക്ചറിങ് മോഡ് അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്നു പോകുന്നു എന്നതിനേക്കാൾ ഉപരി ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് വളരെ ഇൻഡെപ്ത് നോളജിൽ സയൻസ് പഠിക്കാനും അത് എക്സ്പെരിമെന്റലി പഠിക്കാൻ നമുക്ക് പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ട് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ട് പഠിക്കാനും അതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്കൽറ്റീസും അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു വൺ ഓഫ് ദി മോസ്റ്റ് അട്രാക്റ്റീവ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ അവരുടെ കരിക്കുലം, ഇപ്പോ 5 വർഷം ഡിഗ്രിയിൽ ഒരുപാട് ഇന്റേൺഷിപ്പുകൾ ചെയ്യാനുള്ള ഒരു ചാൻസ് കുട്ടികൾക്ക് കിട്ടുന്നു, പ്രോജക്റ്റുകൾ ചെയ്യാൻ ഉള്ള അവസരം കിട്ടുന്നു. അത് നമ്മൾ സയൻസിൽ മാത്രമല്ല എഞ്ചിനീയറിംഗ് മറ്റ് അതർ സബ്ജക്ട്സ് എല്ലാം തന്നെ പഠിച്ചുകൊണ്ട് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ് ഐസർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇതൊരു ഫുള്ളി റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ് എന്നുള്ളതാണ്. അതായത് നമ്മള് ക്യാമ്പസിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടി 5 വർഷം അവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ക്യാമ്പസിൽ താമസിച്ച് പഠിച്ച് അവിടുന്ന് തിരിച്ചു പോരുന്ന ഒരു മോഡലാണ് ഈ ഒരു ക്യാമ്പസിന്റെ സ്ട്രക്ചർ വരുന്നത്. അത് പിന്നെ നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് അല്ലെങ്കിൽ പുറത്ത് നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ അടുത്ത് നിയർ ബൈ ഉള്ള കുട്ടിയാണെങ്കിൽ പോലും അവിടെ നിൽക്കുക എന്നുള്ളതല്ല, ക്യാമ്പസിൽ നിന്നുകൊണ്ട് അതിന്റെ ക്യാമ്പസ് ഫെസിലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനം എന്നുള്ളതാണ് ഐസറിന്റെ ഒരു മെയിൻ തിങ്. അപ്പൊ അങ്ങനെ ഒരു 5 വർഷം റെസിഡൻഷ്യലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ താല്പര്യം കാണിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ പോലെ തന്നെ റിസർച്ച് പ്രോജക്റ്റിലെ ഈ ഒരു 5 വർഷത്തെ ഡിഗ്രിയിൽ അവസാന വർഷം ഇവർ ചെയ്യുന്ന റിസർച്ച് പ്രോജക്റ്റ് അത് അവർക്ക് അവിടെ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. കംപ്ലീറ്റ് ഒരു റിസർച്ച് ഗൈഡിന്റെ അവരുടെ പ്രൊഫസറിന്റെ അണ്ടറിൽ ഒരു 1 ഇയർ ലോങ് എടുക്കുന്ന പ്രോജക്റ്റ് വർക്കും അതിന്റെ സബ്മിഷനും ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള ഇമ്പാക്ട്ഫുൾ റിസർച്ചിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് കിട്ടുന്നു എന്നുള്ളത് ഒരു കാര്യമാണ്. പിന്നെ വരുന്നത് ഈ പറഞ്ഞ പോലെ പുറത്തുള്ള റിസർച്ചേഴ്സ് ആയിട്ടും സയന്റിസ്റ്റുകളൊക്കെ ആയിട്ടുള്ള ഒരു ആക്സസ് ഈ ഒരു ക്യാമ്പസിൽ പഠിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നു എന്നുള്ളത് ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഐസറിന്റെ കീ ഫീച്ചേഴ്സ് അല്ലെ. നമ്മൾ ഒരു ആസ്പിറന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അല്ലെ അതെല്ലാം. ഇനി എവിടേക്കാണ് ഐസറിന് ക്യാമ്പസ് ഉള്ളത്? നമുക്കറിയാം, നമ്മുടെ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഐസർ തിരുവനന്തപുരം വൺ ഓഫ് ദി ബെസ്റ്റ് ഐസർ ആണ്. പിന്നെ കൊൽക്കത്തയിൽ വരുന്നുണ്ട്. അതേപോലെ വെസ്റ്റ് ബംഗാൾ കൊൽക്കത്തയിൽ വരുന്നു, ബർഹാംപൂർ, ഭോപ്പാൽ, മൊഹാലി, പൂനെ, തിരുപ്പതി, ഇങ്ങനെ 7ഓളം ഐസറുകളാണ് നിലവിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞു ഐസറിന്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് അവരുടെ
പ്രോഗ്രാംസ് ആണ് എന്നുള്ളതാണ് അല്ലെ. അതിൽ ഏറ്റവും ഇപ്പൊ ഐസർ പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതില് ഡിഗ്രി അല്ലെ, BSMS ഡുവൽ ഡിഗ്രി എന്ന് പറയുന്ന 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ് അതിൽ ഏറ്റവും മെയിൻ തിങ്. എല്ലാ ഐസറുകളും കോമൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഇതാണ്. 5 വർഷം കൊണ്ട് നമുക്ക് നമ്മുടെ ഡിഗ്രിയും PGയും കംപ്ലീറ്റ് ചെയ്യാം. അതൊരു ഇന്റഗ്രേറ്റഡ് മോഡലാണ്, ഇന്റർ ഡിസിപ്ലിനറി മോഡലാണ്. നമുക്ക് ഇന്റേൺഷിപ്സ് അതിൽ വരുന്നുണ്ട്, പ്രോജക്ട്സ് അതിൽ വരുന്നുണ്ട്, റിസർച്ച് സബ്മിഷൻ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു BSMS പ്രോഗ്രാം ആയിരിക്കും മിക്കവാറും +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സയൻസ് റിസർച്ച് ആസ്പിറൻസിന്റെ ഒരു അല്ലെ ആഗ്രഹം എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പോ ഐസർ ഭോപ്പാൽ ഓഫർ ചെയ്യുന്ന BS എക്കണോമിക് സയൻസ് 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം ഇപ്പൊ നമുക്ക് ഐസർ ഭോപ്പാലിൽ അവൈലബിൾ ആണ്. അതുപോലെ പിന്നെ ഐസർ തിരുപ്പതിയും ഈ എക്കണോമിക് സയൻസിൽ എന്ത് കൊടുക്കുന്നുണ്ട്, 4 വർഷത്തെ ഡിഗ്രി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഐസർ ഭോപ്പാലിൽ തന്നെ വരുന്ന 4 വർഷം BTech പ്രോഗ്രാമുകൾ, എഞ്ചിനീയറിംഗിൽ വരുന്ന ഡാറ്റാ സയൻസിലും കെമിക്കൽ എഞ്ചിനീയറിംഗിലും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലും ഒക്കെ വരുന്ന BTech പ്രോഗ്രാമുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് +2 കഴിഞ്ഞ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാം. പിന്നെ ഇതല്ലാതെ ഇന്റഗ്രേറ്റഡ് PhD IPHD എന്ന പേരിൽ ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ BSMS കഴിഞ്ഞ കുട്ടികൾക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള PhD പ്രോഗ്രാംസ് ഐസറിൽ അവൈലബിൾ ആണ്. നോർമൽ PhDയും ഐസറിൽ ഉണ്ട് അല്ലേ. അപ്പൊ ഇത്രയൊക്കെയാണ് ഐസർ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഈ ഒരു ഹൈലൈറ്റ് ആണ്, BSMS ഡ്യുവൽ ഡിഗ്രി ആണ് മെയിൻ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്താണ് ഇതിന്റെ കുറച്ചുകൂടെ നമ്മൾ ഡീപ്പായിട്ട് നോക്കുന്ന സമയത്ത്, ഇപ്പോ ഒരു +2 ഫിസിക്സും കെമിസ്ട്രി മാത്സ് ഒക്കെ പഠിച്ചു അതിന്റെ ഒരു ഇൻഡെപ്ത് നോളജ് ആഗ്രഹിച്ചുകൊണ്ട് വരുന്നവരായിരിക്കും മിക്കവാറും അല്ലെ ഐസറിൽ എൻ്റർ ചെയ്യുന്നത്. അങ്ങനെ എത്തിപ്പെട്ട ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 2 വർഷം ആ പഠിച്ച സബ്ജക്ട്സിന്റെ ഒരു ഡീപ്പ് സ്റ്റഡി, ഒരു അഡ്വാൻസ് ലെവൽ സ്റ്റഡി ആണ് ആദ്യത്തെ 2 വർഷം നമുക്ക് ലഭിക്കുന്നത്. നമ്മള് ഈ ഒരു സബ്ജക്ട്സ് എന്ത് ചെയ്യും, ഒന്നുകൂടെ ഇൻഡെപ്തില് അതിന്റെ കാര്യങ്ങൾ പഠിക്കുകയും നമുക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ആ ആദ്യത്തെ 1-2 വർഷം കൊണ്ട് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഇടയിൽ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ടായിരിക്കും, ഇപ്പൊ വെക്കേഷൻസ് വരും അവിടെ അല്ലെ. ഒരു 10 സെമസ്റ്റർ ഉണ്ടാവും, ഒരു ഇയറിൽ 2 സെം, അങ്ങനെ ടോട്ടൽ 10 സെം ആയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഉണ്ടാവുന്നത്. അതിൽ ആദ്യത്തെ 2 സെമ്മിന് ശേഷവും അതിനിടയിലും ഒക്കെ വിന്റർ വെക്കേഷൻ, സമ്മർ വെക്കേഷൻ എന്നൊക്കെയുള്ള രീതിയിൽ വെക്കേഷൻസ് വരുന്നുണ്ട്. അപ്പൊ നോർമലി നമ്മൾ എന്തായിരിക്കും, നമുക്കൊരു വെക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ലീവ് എൻജോയ് ചെയ്യാനും വെക്കേഷൻ അടിച്ചു പൊളിക്കാനും പോകുന്നതാണ് നമ്മുടെ പ്രവണത. പക്ഷെ ഐസറിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വെക്കേഷൻ എന്ന് പറയുന്നത് അവന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. കാരണം അവൻ ഇന്റേൺഷിപ്പുകൾ ഓപ്റ്റ് ചെയ്യുകയും ഡിഫറെന്റ് റിസർച്ച് ലാബുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് അവന്റെ വെക്കേഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെ കുട്ടിക്ക് എന്ത് കിട്ടുകയാണ്, ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ടുള്ള ഒരു ഹയർ സ്റ്റഡീസും കാര്യങ്ങളിലൊക്കെ ചെറിയൊരു പ്ലാൻ ആ കുട്ടിക്ക് കിട്ടാനുള്ള ഒരു ഹെൽപ്പ് അവിടുന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ അതിനുശേഷം 3rd ഇയർ 4th ഇയർ എത്തുമ്പോഴാണ് നമ്മൾ പഠിച്ച 4 സബ്ജക്ട്സിൽ നിന്ന് ഒരു സബ്ജക്ട് നമ്മൾ മേജർ, അപ്പോഴേക്കും നമുക്കൊരു ഐഡിയ വരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു സബ്ജക്ട് മേജർ ആയിട്ട് എടുക്കുകയും ഇപ്പൊ ഒരു ഫിസിക്സ് എക്സാമ്പിൾ, ഫിസിക്സ് നമ്മൾ മേജർ സബ്ജക്റ്റ് ആയിട്ട് ഓപ്റ്റ് ചെയ്യും. അതിനുശേഷം 1-2 സബ്ജക്ട്സ് മൈനർ ആയിട്ട് എടുക്കുകയും ചെയ്യും. കെമിസ്ട്രി, ബയോളജി, അതിൽ നമ്മൾ ഒന്നുകൂടെ ആ മേജർ സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റഡി നടക്കും. മൈനർ സബ്ജക്റ്റിൽ നമുക്കൊരു പിന്നെ പ്രോജക്റ്റ് ചെയ്യാനും ഉണ്ടായിരിക്കും ലാസ്റ്റ് സമ്മിൽ. അതെല്ലാം കഴിഞ്ഞ് 5th ഇയറിലോട്ട് വരുന്ന കുട്ടിക്ക് കംപ്ലീറ്റ് ആയിട്ട് അവിടുത്തെ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിന്റെ അണ്ടറിലും ഫാക്കൽറ്റീസിന്റെ അണ്ടറിലും ഒരു റിസർച്ച് പേപ്പർ ടോപ്പിക് സെലക്ട് ചെയ്തുകൊണ്ട് അല്ല അതിൽ റിസർച്ച് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനുള്ള തിസിസ് സബ്മിഷൻ ഉള്ള ഒരു ചാൻസ് ആണ് ഈ 5th ഇയറിൽ കിട്ടുന്നത് അല്ലെ. അതായത് ഭാവിയിൽ PhD ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു മിനി പോർഷൻ ഓഫ് ആളുടെ PhD ആണ് ഈ 5th ഇയറിൽ വരുന്ന പ്രോജക്റ്റ്. അത്രയും നമുക്കൊരു എലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക്, ഒരു എന്താ പറയുക കോഴ്സിന്റെ ഒരു ഫ്രെയിം വർക്ക് ആണ് ഇതിൽ വരുന്നത്. നമുക്ക് അത്രയും ഒരു നമ്മളെ ഒരു ബേസ്മെന്റ് ക്ലിയർ ആക്കുന്ന രീതിയിൽ.
അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പ്രോഗ്രാംസ്. ഇപ്പം ഓരോ ഐസറിനും അവരുടേതായിട്ടുള്ള പ്രോഗ്രാംസ് സ്ട്രക്ചർ ചെയ്യാനുള്ള ഒരു അധികാരം ഉണ്ട്. അവർക്ക് അവരുടേതായ ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മുടെ ഐസർ തിരുവനന്തപുരം സ്വന്തമായിട്ട് പിന്നെ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നോർമലി വരുന്ന BSMS പ്രോഗ്രാമിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ ഇന്റഗ്രേറ്റഡ് BSMS പ്രോഗ്രാം I² സയൻസ് എന്നുള്ള പേരിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് ഇന്റർ ഡിസിപ്ലിനറി സയൻസ് എന്നാണ് പിന്നെ പ്രോഗ്രാമിന്റെ പേര് വരുന്നത്. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഈ ഒരു ന്യൂ ജെൻ എറയെ ഫോക്കസ് ചെയ്തുകൊണ്ട് പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് അല്ലെ റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്ന ഒരു സയന്റിസ്റ്റ്, ആ ഒരു ക്വാളിറ്റി മീറ്റ് ചെയ്യുന്ന സയന്റിസ്റ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഐസർ തിരുവനന്തപുരം ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതില് പിന്നെ എങ്ങനെയാ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ വരുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട BSMS പ്രോഗ്രാം തന്നെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ നമുക്ക് ഇത്തരത്തിലുള്ള സബ്ജക്ട്സ് ബേസിക് സയൻസ് കുറച്ചല്ലാതെ കമ്പ്യൂട്ടേഷണൽ പ്രോഗ്രാംസ് ഒക്കെ കുട്ടി പഠിക്കും. ദെൻ തേർഡ് ഇയറിൽ എത്തുമ്പോൾ ഇവർക്ക് 2 ചോയ്സ് വരികയാണ്. അതായത് ഒന്നുകിൽ അവർക്ക് നോർമൽ BSMS പ്രോഗ്രാം ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ I²S എന്നുള്ള ഈ ഇന്റഗ്രേറ്റഡ് ഇന്റർ ഡിസിപ്ലിനറി പ്രോഗ്രാം ഓപ്റ്റ് ചെയ്യാം. ഇതിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡാറ്റ ആൻഡ് സയൻസിലെയും എർത്ത് എൻവയോൺമെന്റൽ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്നുള്ള സബ്ജക്ട്സിലൊക്കെ എന്ത് വരുന്നുണ്ട്, ടോപ്പിക്സ് വരുന്നു. കുറച്ചുകൂടെ ഒരു ഇന്റഗ്രേറ്റഡ് ലെവലിലുള്ള കോഴ്സസും സബ്ജക്ട്സും ആയിരിക്കും അവർ പഠിക്കുക. പക്ഷെ ഇത് എല്ലാവർക്കും പോസിബിൾ അല്ല. ഈ ആദ്യത്തെ 2 വർഷം നല്ല അക്കാഡമിക് പെർഫോമൻസ് കാണിക്കുന്ന അവരുടെ റിസർച്ച് വർക്കുകളിലും ഇന്റേൺഷിപ്പിലും അല്ലെ ക്ലാസ് വർക്കിലൊക്കെ നല്ല അക്കാഡമിക് പെർഫോമൻസ് കാണിക്കുന്ന ടോപ്പ് ലെവലിൽ വരുന്ന കുട്ടികൾക്ക് ഈ I²S എന്നുള്ള ഈ ഒരു പ്രോഗ്രാം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ ഐസറിൽ എത്തുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു തേർഡ് ഇയറിൽ I²S പ്രോഗ്രാം കിട്ടണം എന്നുള്ളതായിരിക്കും അവന്റെ എയിം അല്ലെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് നമ്മുടെ പെർഫോമൻസ് നന്നാക്കണം. സീറ്റ് കുറവാണ്, 80ഓളം സീറ്റേ ഉള്ളൂ I²Sന് വരുന്നുള്ളൂ. അപ്പൊ അത് അതിന്റെ ബേസിലായിരിക്കും സെലക്ഷൻ വരിക എന്നുള്ളത്. അപ്പൊ നമ്മൾ കുറെ ഐസറിനെ കുറിച്ചും ഐസറിന്റെ കീ ഫീച്ചേഴ്സിനെ കുറിച്ചും പ്രോഗ്രാംസിനെയൊക്കെ കുറിച്ച് പഠിച്ചു അല്ലെ, അറിഞ്ഞു. ഇനിയിപ്പോ എങ്ങനെയാണ് നമുക്ക് ഇവിടോട്ട് എത്താൻ പറ്റുക എന്നുള്ളതായിരിക്കും നമ്മുടെ മെയിൻ ചോദ്യം അല്ലെ. ഈ ഒരു എൻട്രൻസ് എങ്ങനെയാണ് ഐസറിലോട്ട് ഉള്ളത്? ഇതിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചില അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ഇപ്പൊ 2025 നോട്ടിഫിക്കേഷൻ വന്നു, കണ്ടിട്ടുണ്ടാവും അല്ലെ. +2 പഠിക്കുന്നവരൊക്കെ ഉണ്ടോ ഇതില്ലേ അല്ലെ? അപ്പോ എന്തൊക്കെയാണ് അഡ്മിഷൻ പ്രോസസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ വരെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പിന്നെ ഈ വർഷം തൊട്ട് ഒരു സിംഗിൾ ചാനൽ വഴിയാണ് ഐസറിലേക്കുള്ള അഡ്മിഷൻ. അത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെ, IAT എന്ന പേരിൽ അറിയപ്പെടുന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ്. ഈ ടെസ്റ്റ് ത്രൂ മാത്രമേ ഉള്ളൂ നമുക്ക് ഐസറിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റൂ എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. എന്താണ് ഈ ടെസ്റ്റിന്റെ പ്രത്യേകത? ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. നമ്മൾ +2 പഠിച്ചിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജി ഇത് തന്നെയായിരിക്കും എക്സാമിന് വരുന്നത്. അതിൽ നിന്ന് ഓരോന്നും 15 ക്വസ്റ്റ്യൻ വീതം അല്ലെ. അത് പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നെഗറ്റീവ് മാർക്സ് ഉണ്ടായിരിക്കും. അപ്പം ടോട്ടൽ 240 മാർക്ക് വരുന്നത്. 3 മണിക്കൂർ വരുന്ന ഒരു പരീക്ഷയായിരിക്കും. അപ്പൊ അത് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കടമ്പ, ഐസർ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കടമ്പ എന്ന് പറയുന്നത്. അപ്പൊ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്യണം. എക്സാമിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. May 25 മെയിലാണ്, ഇനി മാസങ്ങളുണ്ട്. അപ്പോ നമുക്ക് അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാം. +2 സിലബസ് ആണെങ്കിൽ കൂടെ കുറച്ചൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, കോമ്പറ്റീവ് എക്സാം ആണ്. അപ്പൊ നമ്മൾ ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ എന്തായാലും വേണ്ടി വരും. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഐസറിന്റെ തന്നെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പൊ താല്പര്യങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ചെക്ക് ചെയ്ത് നോക്കാം.
അപ്ലൈ ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല ഇൻ ദ സെൻസ് പോർട്ടൽ ഓപ്പൺ ആയിട്ടില്ല. ഇപ്പൊ ഞാൻ താഴെ കൊടുത്തിട്ടുള്ളതാണ് iceradmission.in എന്നുള്ളതാണ് നമ്മുടെ ലിങ്ക് വരുന്നത്. അത് March 5th ഓൺവേർഡ്സ് എന്താവുള്ളൂ, ഓപ്പൺ ആവുള്ളൂ. അപ്പൊ ആ സമയം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. April 15 വരെ സമയമുണ്ട്. ഈ ഒരു ലിങ്ക് വഴിയായിരിക്കും നമുക്ക് അതിന്റെ പിന്നെ ആപ്ലിക്കേഷൻ പ്രോസസ് എല്ലാം ചെയ്യേണ്ടി വരും. ഈ ഒരു ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി ഐസറിൽ മാത്രമാണോ അഡ്മിഷൻ പോസിബിൾ ആയിട്ടുള്ളത്? അല്ല എന്നുള്ളതാണ്. നമുക്ക് ഒരു വലിയ ചാൻസ് കൂടെ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പം IISc ബാംഗ്ലൂർ അല്ലെ, കിങ് ഓഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ ആ IISc ബാംഗ്ലൂരിലെ ബാച്ചുലർ ഓഫ് സയൻസ് ഇൻ റിസർച്ച് എന്നുള്ള പ്രോഗ്രാം ചെയ്യാനും ഈ ഒരു IIT സ്കോർ വെച്ചിട്ട് തന്നെയാണ് ഈ വർഷം എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ എടുക്കുന്നത്. അതേപോലെ IIT മദ്രാസ് പ്രൊവൈഡ് ചെയ്യുന്ന BS മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രോഗ്രാം ചെയ്യാനും IIT സ്കോറാണ് കൺസിഡർ ചെയ്യുന്നത്. IIT മദ്രാസിൽ BS മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു IIT സ്കോറാണ് കൺസിഡർ ചെയ്യുന്നതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ആപ്ലിക്കേഷൻ ലിങ്ക് വഴി അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ സ്കോർ നമുക്ക് കിട്ടണം. അതിന് മുന്നേ ആയിട്ട് IISc ബാംഗ്ലൂരിന്റെ ലിങ്കിൽ കയറിയിട്ട് IIT മദ്രാസിന്റെ ലിങ്കിൽ കയറിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് ചെയ്യും വേണം. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. ഇനി ഈ വർഷം ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ ബേസിക് ആയിട്ട് +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി പഠിച്ചിരിക്കാം എന്നുള്ളതാണ്. ഇതിൽ 4 നിർബന്ധമില്ല. ഇനി 3 സബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. 3 സബ്ജക്ട് പഠിച്ച കുട്ടികൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് അപ്ലൈ ചെയ്യാം. പക്ഷെ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ തിരുപ്പതിയിലെ ഒക്കെ ഐസർ ഭോപ്പാലിലെ ഒക്കെ BS BTech പ്രോഗ്രാംസിന് മാത്സ് തന്നെ വേണമെന്ന് കമ്പൽസറി ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യാം. അല്ലാതെ നമ്മളെ നോർമൽ BS MS ഡുവൽ ഡിഗ്രി പ്രോഗ്രാമിനൊക്കെ ഈ ഒരു 4 സബ്ജക്ട്സിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. പഠിച്ചാൽ മാത്രം പോരാ, 60% മാർക്കും വാങ്ങിയിരിക്കണം. അതിൽ ഒരു 5% റിലാക്സേഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റിനൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ഒരു മാർക്കുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. പിന്നെയുള്ള പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടത്, കഴിഞ്ഞ വർഷം വരെ ഇപ്പം ഓൺഗോയിങ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് ഇത്ര ഇയർ ഓഫ് പാസ് ഔട്ടിന്റെ ബേസിലായിരുന്നു പിന്നെ അഡ്മിഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ വർഷം തൊട്ടിട്ട് അങ്ങനത്തെ ഒരു ഏത് വർഷം +2 പഠിച്ച ആളോ ആയിക്കോട്ടെ, അതിന് പ്രശ്നമില്ല. നിങ്ങളുടെ ഏജ് ആണ് ഇവിടെ ഏജ് ലിമിറ്റിലാണ് വന്നിട്ടുള്ളത്. അതായത് 2000 ഒക്ടോബർ 1 അതിനുശേഷം ജനിച്ചവരായിരിക്കണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമാണ് ഈ വർഷം പറയുന്നത്. അത് തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് നിൽക്കുമ്പോൾ ഒരു 5 years റിലാക്സേഷൻ വരുന്നുണ്ട് അല്ലെ. അപ്പം പറയുവാണെങ്കിൽ ഒരു 25-30 വയസ്സ് വരെയുള്ള ആൾക്കൊക്കെ എന്ത് ചെയ്യാം, ഐസർ ടെസ്റ്റിന് അപ്പിയർ ചെയ്യും അല്ലെ, ഐസറിൽ പഠിക്കാനുള്ള ചാൻസ് കിട്ടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് എന്തായാലും ഒരു പ്ലസ് പോയിന്റ് ആണ്. ഇനിയിപ്പോ ഐസറിൽ അഡ്മിഷൻ എടുക്കുന്ന പല കുട്ടികളുടെയും ഡൗട്ടാണ്, ഇവിടെ എത്ര ഫീ വരും അല്ലെ, നമുക്ക് എന്തെങ്കിലും സ്കോളർഷിപ്സ് ഒക്കെ അവൈലബിൾ ആണോ, എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മീറ്റ് ചെയ്യാന്നുള്ളത്. അതില് ഫീ നമുക്ക് ഓരോ ഐസറിലും ഡിഫറെന്റ് ആണ്. അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഫീ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും. പക്ഷെ ഒരു മെയിൻ ആയിട്ടുള്ള സ്കോളർഷിപ്പ് ആണ് ഇൻസ്പയർ സ്കോളർഷിപ്പ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. സയൻസ് സബ്ജക്ട്സിലുള്ള ഹയർ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മളെ ഗവൺമെന്റ് തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ള സ്കോളർഷിപ്പാണ് ഇൻസ്പയർ. ഐസറിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതിനൊരു ക്രൈറ്റീരിയാസ് ഉണ്ട്. എന്താണ്, നമ്മൾ ഏത് ബോർഡ് എക്സാം ആയിക്കോട്ടെ, സ്റ്റേറ്റ് ബോർഡോ സെൻട്രൽ ബോർഡോ ആയിക്കോട്ടെ, അതിൽ ടോപ്പ് 1% വരണം എന്നുള്ളതാണ് ഒരു ക്രൈറ്റീരിയ അല്ലെ, നമ്മുടെ അക്കാഡമിക് പെർഫോമൻസ്. അതുപോലെ തന്നെ റിപ്പീറ്റർ ആവാനും പാടില്ല. ഇപ്പൊ ഈ വർഷം കഴിഞ്ഞിറങ്ങിയ കുട്ടികൾക്കാണ് ഇതിനുള്ള ചാൻസ് ഉള്ളത്. പക്ഷെ ആ ഒരു കാറ്റഗറി നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് പെർ മന്ത് 5000 rupees ആണ് ഇൻസ്പയർ സ്കോളർഷിപ്പ് അല്ലെ. അതുപോലെ അവിടുത്തെ ഈ സമ്മർ ഇന്റേൺഷിപ്പിന്റെ ഒക്കെ സമയത്ത് ഇന്റേൺഷിപ്പ് ഗ്രാൻഡ് ആയിട്ട് ഒരു 20,000 rupees കിട്ടുന്നത്. ടോട്ടൽ എനിക്ക് പറയുവാണെങ്കിൽ
ഒരു 80,000-ഓളം രൂപ ഇയർലി കിട്ടാനുള്ള സാധ്യത നമുക്ക് അവിടെ ഉണ്ട്. ഇതല്ലാതെ ഇൻസ്പയർ സ്കോളർഷിപ്പ് അല്ലാതെ ഒരുപാട് സ്കോളർഷിപ്പുകൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം NSP നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിലൊക്കെ കയറിയിട്ട് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ഒരുപാട് സ്കോളർഷിപ്പുകൾ ഉണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് അപ്ലൈ ചെയ്യുകയും സ്കോളർഷിപ്പുകളൊക്കെ ലഭ്യമാക്കുകയും ചെയ്യാം. അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ഈ സീറ്റിൽ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസിനകത്ത് വരുന്ന റിസർവേഷൻസ് അല്ലെ എല്ലാം കിട്ടുന്നുണ്ട്. അതൊന്നും നോക്കല്ലേ. നമ്മൾ ഈ ഒരു കാറ്റഗറി ഓഫ് റിസർവേഷനിൽ വരുന്നവരാണെങ്കിൽ നമുക്കിപ്പം SC 15%, ST 7.5% സീറ്റ് അവർക്ക് റിസർവ്ഡ് ആണ്. OBC കുട്ടികൾക്ക് 27% സീറ്റ് റിസർവ്ഡ് ആണ്. പിന്നെ പെർസെന്റേജ് ഡിസബിലിറ്റീസിന് 5%. അപ്പൊ ഈ ഒരു റിസർവേഷൻ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് നമ്മൾ അല്ലെ അഡ്മിഷന്റെ സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഞാൻ പറഞ്ഞു നമുക്ക് May 25-നാണ് പിന്നെ എക്സാം വരുന്നത്. ഇപ്പൊ March 5 എന്ത് ചെയ്യും, ഈ ഒരു ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആവും. അപ്പൊ അതിന്റെ ഒരു ഡേറ്റ്സ് കാര്യങ്ങൾ സൈറ്റിൽ അവൈലബിൾ ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, മറന്നു പോരെ. പലപ്പോഴും നമ്മൾ ഐസറിൽ പഠനവും റിസർച്ചും കാര്യങ്ങളൊക്കെ അല്ലെ നന്നായിട്ട് പ്ലാൻ ചെയ്യും, അതൊക്കെ സ്വപ്നം കാണും. പക്ഷെ ഈ അതിന്റെ ഏറ്റവും ബേസിക് പ്രോസസ് ആയിട്ടുള്ള അപ്ലൈ ചെയ്യാന്നുള്ള കാര്യമാണ് പലരുടെയും കാര്യത്തിൽ വിട്ടുപോലെ. ആ ഡേറ്റ് മറന്നു പോവാന്നൊക്കെയുള്ള ഇഷ്യൂസ് വരാറുണ്ട്. അപ്പൊ അത് വരാതെ സൂക്ഷിക്കണം. ഈ ഡേറ്റ് നോട്ട് ചെയ്ത് ആ സമയത്ത് തന്നെ അപ്ലൈ ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ നമ്മള് ഐസറിന്റെ അല്ലെ പല കാര്യങ്ങളും കേട്ടു. എന്താണ് ഐസർ, അവിടുത്തെ പ്രോഗ്രാംസ്, അവിടോട്ട് എത്താനുള്ള എക്സാം ഏതാണ് അല്ലെ. ഇനി നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടി വരിക എന്താണ് ഞാൻ ഈ 5 വർഷം ഇവിടെ ഐസറിൽ പഠിച്ചത് കൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ വരുന്ന സാധ്യതകൾ, കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ ഉള്ളതിനായിരിക്കും മിക്കവാറും എല്ലാ കുട്ടികളുടേക്കും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അതിലായിരിക്കും. അപ്പം ഈ സയൻസ് എഡ്യൂക്കേഷനും റിസർച്ചും ആണ് നമ്മളല്ലേ മെയിൻ ആയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് അക്കാഡമിക് അല്ലെങ്കിൽ റിസർച്ച് കരിയേഴ്സ് തന്നെയാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഒരു പിന്നെ PhD ചെയ്യാന്നുള്ളത് അല്ലെ. ഇപ്പൊ നമ്മൾ ഈ ഐസറിന്റെ ഒരു അലൂമിനി ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ മിക്കവാറും അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളെല്ലാം തന്നെ പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, അബ്രോഡ് യൂണിവേഴ്സിറ്റികളിൽ ഹൈ സ്കോളർഷിപ്പോടെയും ഫെലോഷിപ്പോടെയും കൂടെയിട്ട് റിസർച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അങ്ങനെ അബ്രോഡ് യൂണിവേഴ്സിറ്റി, അബ്രോഡ് പോയിട്ട് പഠിക്കണം അല്ലെ, അവിടെ റിസർച്ച് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു ബെസ്റ്റ് ഗേറ്റ് വേ ആണ് നമ്മുടെ ഐസർ എന്ന് പറയാം അല്ലെ. ഇപ്പൊ MIT, ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ്, സ്റ്റാൻഫോർഡ്, പ്രിൻസ്റ്റൺ തുടങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ നല്ല ഫെലോഷിപ്പിൽ PhD ചെയ്യുന്ന ആളുകളുണ്ട്. അവിടെയൊക്കെ ഇതൊരു പ്രൊഫഷൻ ആയിട്ടാണ് കാണാം. അപ്പൊ നമുക്ക് നല്ല ഒരു എമൗണ്ട് ഫെലോഷിപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി പുറത്ത് മാത്രമല്ല ഇന്ത്യയിലും അവസരങ്ങളുണ്ട്. ഐസറിൽ തന്നെ നമുക്ക് PhD ചെയ്യാം, അല്ലെങ്കിൽ IIT-കള് TIFR-ലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ PhD ആയിട്ട് മുന്നോട്ട് പോവാം. പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നേടി സയന്റിസ്റ്റ് ആവാം എന്നുള്ളതായിരിക്കും മിക്കവാറും നമ്മുടെ എയിം. ഇതല്ലാതെ ആഫ്റ്റർ നമ്മുടെ BSMS പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാം, ഗവൺമെന്റ് ജോബ്സ് എന്നുള്ള രീതിയിൽ ഇപ്പം ബാർക്ക്, ബാബ അറ്റോമിക് റിസർച്ച് സെന്ററും പിന്നെ DRDO, ISRO ഒക്കെ എന്ത് ചെയ്യാൻ, സയന്റിഫിക് ഓഫീസർ എന്നുള്ള രീതിയിൽ ഒരു പിന്നെ വെക്കാറുണ്ട്. അതിന് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കൂടുതൽ ഐസറിയൻസ് ഒക്കെ തന്നെയാണ് അവിടെ റിക്രൂട്ടഡ് ആവാറുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് മുമ്പിലുണ്ട്, ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള സയന്റിഫിക് ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളത്. ഇതൊന്നും അല്ലാതെ കുറച്ചുകൂടെ ഒരു ഇൻഡസ്ട്രിയൽ ലെവൽ കരിയേഴ്സ് ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു ഇവരുടെ അല്ലെ കരിക്കുലത്തിൽ ഒരു ഇന്റർ ഡിസിപ്ലിനറി ആണ്. നമ്മൾ സയൻസും അതിൽ വരുന്ന മറ്റ് ബയോ ഇൻഫർമാറ്റിക്സ്, ഡാറ്റ സയൻസ് എല്ലാം പഠിക്കുന്നുണ്ട്. അപ്പം ആ രീതിയിൽ നമുക്കൊരു ഡാറ്റ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വലിയ വലിയ കമ്പനീസ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെ തന്നെ ഡാറ്റ സയന്റിസ്റ്റുകളെയും ഡാറ്റ അനലിസ്റ്റുകളെയും ബയോ ഇൻഫർമാറ്റീഷ്യനെയും ബയോളജിയും IT ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള കരിയർ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള സാധ്യതകളും ആഫ്റ്റർ ഐസർ നമുക്ക് പോസിബിൾ ആണ്. പിന്നെ ഒബ്വിയസ്ലി നമുക്കറിയാം ഇപ്പോൾ
5 വർഷത്തെ ഡിഗ്രിയിൽ ഒരു തേർഡ് ഇയർ ഒക്കെ ആകുമ്പോൾ തൊട്ടന്നെ നമുക്ക് നെറ്റിനും JRF-നും വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ടീച്ചിങ് പ്രൊഫഷൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആണെന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഇപ്പം ഒരുപാട് കുട്ടികള് പിന്നെ ഈ ഒരു എഡ്ടെക് കമ്പനീസ്, അതായത് ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ്, പിന്നെ ഇങ്ങനത്തെ ട്രെയിനിങ് സെന്റേഴ്സിലൊക്കെ തന്നെ ട്യൂട്ടേഴ്സ് ആയിട്ട്, മെന്റേഴ്സ് ആയിട്ട്, എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഈ 5 വർഷത്തെ ഐസർ വിദ്യാഭ്യാസത്തിലൂടെ അവര് സബ്ജക്ട് നോഡിൽ അവള് വളരെ തറവായിട്ടുണ്ടാവും. അപ്പൊ എവിടെ പോയിട്ട് ക്ലാസ് എടുക്കാൻ അല്ലെ ഏത് രീതിയിൽ പ്രസന്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഐസറിന് അവർക്ക് കിട്ടുന്നുള്ളതാണ്. മാത്രമല്ല ഒരുപാട് എക്സ്പോഷേഴ്സ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ഒരു കരിയറിലോട്ട് പോകുമ്പോഴും അവരുടെ കമ്മ്യൂണിക്കേഷൻ വൈസ്, അവരുടെ പേഴ്സണാലിറ്റി വൈസ്, അവരുടെ നോളജ് വൈസ്, അവരുടെ സ്കിൽ വൈസ് ഒക്കെ വെൽ ഒരു പാക്ഡ് അല്ലെ ഒരു പേഴ്സൺ ആയിട്ടായിരിക്കും നമ്മൾ ഐസറിൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യത്തിലൊന്നും ഒരു ടെൻഷൻ വേണ്ടതില്ല. പിന്നെയും അത്യാവശ്യം ഡ്രോയിങ്ങും ക്രിയേറ്റീവ് സൈഡൊക്കെ ഉള്ള ആൾക്ക് എന്ത് ചെയ്യാം, ഇല്ലുസ്ട്രേഷൻ, സയന്റിഫിക് ഇല്ലുസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം. പിന്നെ ഹലോ 10 മണിയാവും അല്ലേ? ഞാൻ 9:15 നമ്മളെത്തിയിട്ട് എത്താതെ ഇരുന്നിട്ട് നിങ്ങൾ വരെ ഇതാകുന്നു. ഏതൊക്കെ എല്ലാ വിഷയം കഴിഞ്ഞോ? മൈക്ക് മ്യൂട്ട് ചെയ്യണം, പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഇപ്പൊ ഒരുപാട് പേര് ഈ ജേർണലുകളിലൊക്കെ സയൻസ് റൈറ്റർ ആയിട്ടും അല്ലെങ്കിൽ സയൻസ് ജേർണലിസ്റ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആഫ്റ്റർ ഐസർ. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ മുന്നിലുണ്ട്. പിന്നെ നോർമലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ UPSC അല്ലെ, സിവിൽ സർവീസിന് നമുക്ക് ഗവൺമെന്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം. അവിടെയും ഞാൻ പറഞ്ഞല്ലോ നല്ല ഒരു നോളജ് വൈസ്, സ്കിൽ വൈസ് നമ്മൾ എക്വിപ്ഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യാനും നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ MBA ചെയ്യാം, M.Tech ചെയ്യുന്നവരുണ്ട് അല്ലെ, IIM-ലൊക്കെ MBA ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാം, ഹയർ സ്റ്റഡീസ് ആയിട്ട് പോകുന്നവരൊക്കെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒരു ഐസറിൻ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോ ഐസർ ആസ്പിറൻസിന് ഹാപ്പി ആവാനുള്ള വക ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് അല്ലെ ശാസ്ത്ര പഠനത്തിന് ഐസർ എന്നുള്ള വിഷയത്തില് ഒരു അല്ലെ വളരെ ചെറുതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒബിയസ്ലി സംശയങ്ങൾ ഉണ്ടാവാം, ചോദിക്കാം. പിന്നെ നമ്മുടെ ഒരുപാട് കരിയർ എക്സ്പെർട്ടുകൾ തന്നെ നമ്മുടെ ഈ സെഷനിൽ അവൈലബിൾ ആണ്. അവരൊക്കെ ആൻസർ പറയാൻ റെഡിയാണ്, നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാണ് അല്ലെ. ഇപ്പോ ടെക്നോളജിയുടെ കാലാണ് അല്ലെ, ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും ഡാറ്റ സയൻസും മെഷീൻ ലേണിംഗ് AI ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദിനം പ്രതി ഇതൊക്കെയാണ് കേൾക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ സയൻസ്, ബേസിക് സയൻസിലും ഇത്തരത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വേൾഡിനും അല്ലെ സൊസൈറ്റിക്കും വേണ്ടിയിട്ട് ഒരു സയന്റിഫിക് എക്സ്പ്ലോറേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റഡി മെത്തേഡാണ് ഐസർ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ, ഇത്തരത്തിലുള്ള പ്രീമിയറി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടാവും. ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടി എന്ന നിലയ്ക്ക് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണണം, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം, പണിയെടുക്കണം അല്ലെ, എൻട്രൻസുകൾ എഴുതണം, ഇവിടേക്ക് അഡ്മിഷൻ നേടിയെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. മാഡം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മാഡം, സിജിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കോച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ എക്സാമിന് വേണ്ടിയിട്ട്? ഇല്ല, സിജിയുടെ കോച്ചിങ് ഒന്നും അവൈലബിൾ അല്ല. പക്ഷെ നോർമലി ഇപ്പൊ ഒരു നീറ്റ് അല്ലെങ്കിൽ JEE കോച്ചിങ് എടുക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ എക്സാം ഈസിലി ക്രാക്ക് ചെയ്യാം. ഒരു അല്ലെ ബേസ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ കോച്ചിങ് സെന്റേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ മാം, താങ്ക് യു. ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ? ഹലോ, പറഞ്ഞോളൂ. ഇതിൽ ഏജ് കാറ്റഗറി എന്തോ പറഞ്ഞിട്ടുണ്ടായില്ലേ മാം? 2000-ന് മേളിലോ? അത് മനസ്സിലായില്ല. അത് ഈ വർഷം തൊട്ടിട്ട് നമ്മൾ 2000
ഒക്ടോബർ 1 ശേഷം ജനിച്ച ആളുകൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ജനിച്ച ആർക്കും അപ്ലൈ ചെയ്യാം. അതായത് +2 ഇപ്പൊ ഈ വർഷം തന്നെ പാസ് ഔട്ട് ആണെന്നോ അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ ആ ഒരു ഏജ് നോക്കിയാൽ മതി. ഞാൻ 2003 എനിക്ക് പറ്റായിരിക്കും. എന്താ? 2003 ഞാൻ. എനിക്ക് പറ്റായിരിക്കും ഞാൻ ചോദിക്കാം. ആ പറ്റും. ഞാനിപ്പോ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. ആ ഞാൻ സയൻസ് ആണ് പഠിച്ചത് +2, പക്ഷെ എടുത്തത് കോമേഴ്സ് ആയി. അപ്പൊ ഒരു 3 വർഷം ഗ്യാപ്പ് പ്രശ്നമായിരിക്കും അങ്ങനെ. ഇല്ല നിങ്ങള് 2003 ജനിച്ചത്. അതെ, അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഡിഗ്രി എടുത്തു. ഞാൻ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. കോമേഴ്സ് ക്ലിയറായി. കോമേഴ്സ് ആണ് എടുത്തത്. അത് പ്രശ്നമില്ല. അതാണ് ഇപ്പൊ പുതിയ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അങ്ങനെയല്ലേ സർ? അൻവർ സാർ, സാർ ഉണ്ടോ അവിടെ? പിന്നെ ഈ സ്കോളർഷിപ്പിന്റെ മാം പറഞ്ഞില്ലേ, അത് എന്നിട്ട് എത്രക്കോ യൂണിവേഴ്സിറ്റിയിലെ ഒരു ശതമാനത്തിൽ പെടണം എന്നാ ഞാൻ മാർക്ക്. നിങ്ങൾ സ്റ്റേറ്റ് ബോർഡോ സെൻട്രൽ ബോർഡോ ഏത് ബോർഡ് ഓഫ് സ്റ്റഡി ആയിക്കോട്ടെ, നമുക്ക് അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ടോപ്പ് 1% പെടണം. പെർസെന്റേജ് അറിയാൻ പറ്റാ ഞാൻ ആ ടോപ്പ് 1 പെട്ടുണ്ടോന്ന്? അത് നമുക്ക് ഇയാളിപ്പോ ഈ ഇയർ പാസ് ഔട്ട് അല്ല അല്ലെ? അതിനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിന് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒന്ന് പേഴ്സണലായിട്ട് ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നമ്മള് കൗൺസിലേഴ്സ് അവൈലബിൾ ആണ്, ആർക്കെങ്കിലും അറിയെങ്കിൽ. ഹലോ ഹലോ, ഒന്ന് പറഞ്ഞോട്ടെ. ഈ ടോപ്പ് 1% എത്രയാണ് അവര് പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റ് അല്ല, നമുക്ക് അപ്ലൈ ചെയ്യാം എല്ലാവർക്കും. അവരത് അപ്ലൈ ചെയ്തതിനു ശേഷമാണ് പരിശോധിക്കുന്നത് ടോപ്പ് 1% പെട്ട ആളുകളാണോ എന്ന്. അതിനുശേഷമാണ് അത് അലോട്ട് ചെയ്യുക. അപ്പൊ ഇയാളുടെ സംബന്ധിച്ചിടത്തോളം 3 years ബാക്ക് ആയതുകൊണ്ട് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന കാര്യത്തില് എനിക്ക് സംശയമുണ്ട്. ഐ എം നോട്ട് ഷുവർ. സ്കോളർഷിപ്പിനാണ്. അല്ലാതെ ഇൻസ്പയർ സ്കോളർഷിപ്പിന് ഓരോ വർഷവും ലിസ്റ്റ് ഹയർ സെക്കൻഡറിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ടോപ്പ് 1%ലുള്ള അവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല സർ, അവർക്ക് ഇപ്പൊ 3 വർഷം മുമ്പ് കഴിഞ്ഞ ആൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റൂല. അവർക്ക് പിന്നെ ഐസറിലേക്ക് ചേരാം. അത് IIT പാസ്സായിട്ടുണ്ടെങ്കിൽ കേറാലോ. ഓക്കെ താങ്ക് യു ഹലോ മാം, ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു. പറഞ്ഞോളൂ. മാം, ഞാൻ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കോമ്പിനേഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ IIT എക്സാമിന് മാത്സും കൂടെ വരില്ലേ? അപ്പൊ നമുക്ക് ഈ 3 സബ്ജക്ട് കോമ്പിനേഷൻ മാത്രമായിട്ട് എടുത്ത് അതോ മാത്സും അറ്റൻഡ് ചെയ്യേണ്ടി വരുമോ എൻട്രൻസിന്? ഹലോ നമ്മൾ എക്സാമിന് എല്ലാം അറ്റൻഡ് ചെയ്യണം. പക്ഷെ അത് ടോട്ടൽ വെയിറ്റേജ് ആണ് വരിക. ഓരോ സബ്ജക്റ്റിനും ഇത്ര പെർസെന്റേജ് വേണമെന്നില്ല. ടോട്ടൽ ആയിട്ട് ഇത്ര പെർസെന്റേജ് മാർക്ക് അക്വയർ ചെയ്താൽ മതി. പക്ഷെ എക്സാം നമ്മൾ പേപ്പർ അറ്റൻഡ് ചെയ്യണം. ഓക്കെ മാം, താങ്ക് യു. മാം, ഇതിലെ ഇപ്പം മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഒരു 10th ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമോ അപ്പൊ ഇതിന് മാത്സ് പേപ്പർ വരുമ്പം? അതില് സാധാരണ ഹയർ സെക്കൻഡറി ലെവലിലുള്ള മാത്സ് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടാവുക. അത് +2 മാത്സ് പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് റെഫർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നേരെ തിരിച്ചുണ്ട്. ബയോളജി പഠിക്കാതെ ഉള്ള കുട്ടികളുണ്ടാവും. അവർ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ, പറയൂ. ബയോളജി പഠിക്കാത്ത കുട്ടികളുണ്ടാവും. അവർക്കും IIT ബയോളജി അവർ എഴുതണം. നേരെ തിരിച്ച് അങ്ങനെയും വരും. അപ്പൊ അത് സ്വന്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും കോച്ചിങ് സെന്ററിൽ പോയിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് മാർഗം. പഠിച്ചിട്ടില്ല. ഓക്കെ. അങ്ങനെ മലയാളം ഉണ്ടല്ലേ? ഹലോ സർ, മറ്റൊരു ഇപ്പൊ എക്സാമിന് നമുക്ക് ശരിക്കും ഒരു എക്സാം അല്ലേ നമുക്ക് എഴുതേണ്ടി വരുന്നുള്ളൂ? ക്ലിയർ ആയില്ല പറഞ്ഞത്. രണ്ടാള് സോറി സർ, എക്സാമിന്റെ ഡീറ്റെയിൽ മെൻഷൻ ചെയ്തല്ലോ. അതായത് പിന്നെ ISC ബാംഗ്ലൂര്, പിന്നെ IIM, അതൊന്നാ ഒരു പാർട്ട് എനിക്ക് ക്ലിയർ ആയില്ല സർ. അതായത് എക്സാം നമ്മൾ ഒരു
ഏതെങ്കിലും ഒന്ന് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്താൽ മതിയോ? എങ്ങനെയാണ് അതിന്റെ ഒന്ന് സർ ഒന്ന് പറഞ്ഞു തരുമോ? എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് IITക്ക് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ വിളിക്കും. മിക്കവാറും മാർച്ച് 5 മുതൽ ആയിരിക്കും ആപ്ലിക്കേഷൻ വിളിക്കുന്നത്, ഐസറിലെ ആപ്ലിക്കേഷൻ വിളിക്കുന്നത് കേട്ടോ. അത് സെപ്പറേറ്റ് ആണ്. IISc-യിലേക്കുള്ളത് JEE-യിലൂടെയാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അതേപോലെ നീറ്റിലൂടെയൊക്കെയാണ് IISc-യിലേക്ക് അഡ്മിഷൻ കൊടുക്കുന്നത്. രണ്ടും സെപ്പറേറ്റ് ആണ്. ഐസർ സെപ്പറേറ്റ്, IISc സെപ്പറേറ്റ് ആണ്. അപ്പൊ ഈ IISc-യിൽ നമുക്ക് പിന്നെ എക്സാം എഴുതി കഴിഞ്ഞാൽ അവർക്ക് ഐസറിലേക്ക് അഡ്മിഷൻ കിട്ടുമോ? ഇല്ല, IISc സെപ്പറേറ്റ് എൻട്രൻസ് ഇല്ല. JEE എക്സാമിലൂടെയാണ്, JEE മെയിൻ അഡ്വാൻസിലൂടെയാണ് IISc-യിലേക്ക് അഡ്മിഷൻ കൊടുക്കുന്നത്. അതേപോലെ നീറ്റിലൂടെയാണ്. ഓക്കെ സാർ, പക്ഷെ ഈ വർഷം നമ്മൾ IISc-യിലെ BS റിസർച്ച് എന്നുള്ളൊരു പ്രോഗ്രാമിന് IIT-യുടെ സ്കോർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായിരുന്നു ഞാൻ പറഞ്ഞത്. അത് IIT എഴുതിയ ആൾക്ക് ഇവരുടെ സെപ്പറേറ്റ് പോർട്ടലിൽ അങ്ങനെ അപ്ലൈ ചെയ്യുകയും വേണം, IISc-യുടെ. അത് ആ സമയമാകുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ IIT മദ്രാസിന്റെ BS മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രോഗ്രാമും IIT സ്കോർ കൺസിഡർ ചെയ്യുന്നു. പക്ഷെ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് അവരുടെ പോർട്ടൽ വഴി നമ്മൾ ചെയ്യുകയും വേണം. അപ്പൊ നമുക്ക് IIT-യുടെ ഇതിൽ ISc-യുടെ ഇതിൽ എഴുതി കഴിഞ്ഞാൽ, JEE-യുടെ ഇത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്ക് ഐസറിലേക്ക് അഡ്മിഷൻ കിട്ടും? ഇല്ല, ഐസറിൽ IIT ത്രൂ മാത്രമാണ് അഡ്മിഷൻ പോസിബിൾ ആയിട്ടുള്ളത്. താങ്ക് യു. ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്ന് പറയും ഈ IIT എക്സാം? കട്ട് ഓഫ് മാർക്ക് എനിക്ക് തോന്നുന്നു ഓരോ ഇയറിൽ അത് ഡിഫറെന്റ് ആയിരിക്കും, മാറിക്കൊണ്ടിരിക്കും. കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് സാർ എന്തെങ്കിലും? ഫിറോസ് സാർ, അങ്ങനെ അവർ കട്ട് ഓഫ് മാർക്ക് ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ലല്ലോ. അവരെ നമ്പർ ഓഫ് സീറ്റ്സിനനുസരിച്ചിട്ട് ഉള്ള ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ എടുക്കാന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു കട്ട് ഓഫ് മാർക്ക് നീറ്റിൽ പറയുന്ന പോലെ അങ്ങനെ ഒരു മാർക്കൊന്നും ഐസറിന്റെ എൻട്രൻസിന് കണ്ടിട്ടില്ല. പിന്നെ നേരത്തെ അവർ പറഞ്ഞ കാര്യം, ഈ IISc-യിലെ ഇപ്പൊ ഉള്ള ഒരു കോഴ്സിന് ഇപ്പൊ JEE മെയിൻ അവർ ഒഴിവാക്കിയല്ലോ. പകരം ഇപ്പൊ IIT എൻട്രൻസ് വഴിയും ഐസറിലെ ഈ ഡിഗ്രി കോഴ്സിന് അഡ്മിഷൻ എടുക്കുന്നുണ്ട് എന്നായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക, അങ്ങനല്ലേ? അതായത് IISc-ന്റെ അഡ്മിഷൻ 3 ചാനലുകൾ ഉണ്ട്. JEE അഡ്വാൻസ് ചാനലും നീറ്റ് ചാനലും ഈ ഒരു ചാനലും ഉണ്ട്. ഈ ചാനൽ വഴി നമുക്ക് അഡ്മിഷൻ ഡിഗ്രി കോഴ്സിന് എടുക്കാൻ പറ്റും എന്നാണ് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ. ഗുഡ് മോർണിംഗ് സർ. സർ കേൾക്കുന്നുണ്ടോ? കേൾക്കാം പറഞ്ഞു. സർ, നമ്മളിപ്പോ ഈ ഐസർ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാല് ഐസറിന്റെ ഡിഫറെന്റ് കോളേജസ് പറഞ്ഞല്ലോ. നമ്മളിത് കഴിഞ്ഞിട്ട് ഓരോ കോളേജിനും നമ്മൾ പ്രത്യേക ആപ്ലിക്കേഷൻ കൊടുക്കണം, അപ്ലൈ ചെയ്യണോ? അല്ല, നമ്മൾ അതില് പിന്നെ ഓപ്ഷൻ കൊടുക്കുക ചെയ്യുക. നമ്മൾ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഓപ്ഷൻ കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നീറ്റിലും ഇതിലൊക്കെ മെഡിക്കലിനൊക്കെ ഓപ്ഷൻ കൊടുക്കുന്നില്ലേ, അതേപോലെ ഓപ്ഷൻ കൊടുക്കുക ചെയ്യുക. സെപ്പറേറ്റ് ഓരോ ഐസറിലേക്കും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതില്ല. ഒറ്റ സൈറ്റ് കയറിയിട്ട് നമ്മൾ ഒന്നിച്ച് ഓപ്ഷൻ കൊടുത്താൽ മതി. ഓക്കെ, താങ്ക് യു സർ. ഹലോ മാം, കേൾക്കുന്നുണ്ടോ? ഹലോ, പറഞ്ഞോളൂ. ഐസറില് ആസ്ട്രോഫിസിക്സ് ഉണ്ടോ? ഐസറിലെ BSMS ഡുവൽ ഡിഗ്രിയില് ബേസിക് സയൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയിലായിരിക്കും നമ്മൾ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് വരുന്നത്. ഓക്കെ മാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മേഡം, ഈ ഐസർ തിരുവനന്തപുരം I²S എന്ന് പറയുന്ന ഇന്റഗ്രേറ്റഡ് ഇന്റർ ഡിസിപ്ലിൻ കോഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. അത് ശരിക്ക് 3rd ഇയറിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്?
ഫിറോസ് സർ. ഹലോ. I²S എന്ന് പറഞ്ഞ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ തിരുവനന്തപുരം അതെ ഐസറിലെ. അതെ അതെ. അത് ശരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 3rd ഇയറിൽ മാത്രമാണോ അതോ ഫസ്റ്റ് ഇയർ ഇറ്റ് സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഫസ്റ്റ് ഇയർ തൊട്ട് നമുക്ക് നോർമലി ആള് BSMS എന്നുള്ള പ്രോഗ്രാം ചെയ്യും. 3rd ഇയർ എത്തുന്ന സമയത്ത് അവർക്ക് ഓപ്റ്റ് ചെയ്യാം. അവർ I²S ആണോ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നോർമൽ BSMS ആണോ കണ്ടിന്യൂ ചെയ്യേണ്ടതെന്ന്. അത് അവരുടെ അക്കാഡമിക് പെർഫോമൻസിന്റെ ബേസിലാണ് അവർക്ക് അതിനുള്ള സീറ്റ് അലോക്കേറ്റ് ചെയ്യാം. അത് ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള കുട്ടികൾക്ക് I²Sലോട്ട് എന്ത് ചെയ്യാം, സ്വിച്ച് ചെയ്യാൻ പറ്റും. ഈ I²Sന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതിൽ ശരിക്കും വരുന്നത്? ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള പ്രോഗ്രാംസ്, കുറച്ചുകൂടെ ഡാറ്റാ സയൻസും എൻവയോൺമെന്റൽ സയൻസും ഒക്കെ അതിൽ വരുന്നുണ്ട് കോഴ്സസിൽ, ബേസിക് സയൻസിനേക്കാൾ ഉപരിയായിട്ട്. അപ്പൊ അത് ഒന്നുകൂടെ അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്ട്സ് ആയിരിക്കും ഇന്റഗ്രേറ്റഡ് BSMS പ്രോഗ്രാമിൽ വരുന്നത്. അപ്പൊ എൻവയറമെന്റിലൊക്കെ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് അതെ മാറാം. അതെ. ഓക്കെ താങ്ക് യു. ഹലോ മാം, കേൾക്കുന്നുണ്ടോ? യെസ്, പറഞ്ഞോളൂ. ഈ ഐസറില് 5 ഇയേഴ്സ് കഴിഞ്ഞ ശേഷം നമ്മൾ ഇറങ്ങുമ്പോ കേരളത്തിൽ തന്നെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടോ? തീർച്ചയായിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പൊ നമുക്ക് DRDOയിലോ അല്ലെങ്കിൽ ISROയിലൊക്കെ എന്ത് ചെയ്യാം, റിസർച്ച് സയന്റിഫിക് ഓഫീസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാം. PhD നമുക്ക് നാട്ടിൽ ചെയ്യാം, ഐസേഴ്സിലും IITസിലൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ്, ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ആ രീതിയിൽ നെറ്റ് JRF ക്വാളിഫൈ ചെയ്തുകൊണ്ട് അതിലോട്ട് പോവാം. സാധ്യതകൾ ഇവിടെയുണ്ട്. പക്ഷെ അബ്രോഡ് ഓപ്പർച്യൂണിറ്റീസ് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു ബെസ്റ്റ് ഗേറ്റ് വേ ആണ് ഐസർ എന്നാണ് പറഞ്ഞു വെച്ചത്. അതായത് അതിനൊരു ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് കൂടുതൽ ആളുകൾ പുറത്ത് PhD പോയിട്ടൊക്കെ ചെയ്യുന്നു. കാരണം ഇവിടുത്തെ ഫാക്കൽറ്റീസും അല്ലെ അങ്ങനത്തെ ഒരു കൊളാബറേഷനും ഒക്കെ പുറത്തുള്ള യൂണിവേഴ്സിറ്റീസുമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കും ആ തരത്തിലുള്ള ഒരു ആക്സസ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്, നോർമൽ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയെക്കാളും. ഓക്കെ. ഓക്കെ മാം. ഹലോ മാം, ഈ I²S എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്, ഇന്റർ ഡിസിപ്ലിനറി പ്രോഗ്രാം. അത് ഐസർ ട്രിവാൻഡ്രത്തിൽ മാത്രമാണുള്ളത്, അതെ അതെ. ബാക്കിയുള്ള ഐസറിലുള്ളതാണോ? ഇല്ല ഐസർ ട്രിവാൻഡ്രം ആണ് ഇപ്പൊ ആ ഒരു പ്രോജക്റ്റ് തുടങ്ങിയിട്ടുള്ളത്. മറ്റുള്ള ഇപ്പൊ ഓരോ ഐസറിലും വ്യത്യസ്തം അവരുടേതായിട്ട് പ്രോഗ്രാമുകളുണ്ട്, ചെറിയ വേരിയേഷൻസ് ഉണ്ട്. അത് നമുക്ക് അവരുടെ സൈറ്റ് വിസിറ്റ് ചെയ്താൽ അറിയാൻ പറ്റും എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസ്, കോഴ്സസ് എന്നുള്ളത്. പക്ഷെ ഈ ഒരു ഇന്റഗ്രേറ്റഡ് ഇന്റർ ഡിസിപ്ലിനറി പ്രോഗ്രാം ഐസർ ട്രിവാൻഡ്രം ആണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെയാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ മാം. അപ്പൊ ഞാൻ ഇങ്ങനെ റൂഡായിട്ടില്ല അങ്ങനെയുള്ള, അപ്പൊ നമ്മള് ഈ മറ്റുള്ള ഐസറിനെ വെച്ച് നോക്കുമ്പോ ഈ ഒരു സാധനം കൂടി നമ്മള് ഇൻകോർപ്പറേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസർ ട്രിവാൻഡ്രം ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന്. ഏതാണ് ഐസറിന്റെ, ഇപ്പൊ നമ്മള് ഇപ്പോ ട്രിവാൻഡ്രം ഐസറിലാണോ അതോ മറ്റു ഐസറിലാണോ നമുക്ക് ഈ ഫോറിൻ എക്സ്പോഷറും കുറച്ചും കൂടി ഈ കണക്ഷനും സംഭവങ്ങളൊക്കെ, അതായത് അങ്ങനെ പറയാൻ പറ്റുമോ സർ? ഐസറിന് ഒരു റേറ്റിംഗ് എല്ലാം ഉണ്ട്. ഐസർ തിരുവനന്തപുരം ഏറ്റവും ബെസ്റ്റ് ആണെന്ന് അഭിപ്രായം എനിക്കില്ല. ഐസർ പൂനെ, കൊൽക്കത്തക്കൊക്കെ ശേഷമാണ് ഐസർ ട്രിവാൻഡ്രം വരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം അവിടെ ഉണ്ട് എന്നുള്ളൊരു അട്രാക്ഷൻ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഐസറിന്റെ റേറ്റിംഗ് പല ഫാക്ടേഴ്സ് ഉണ്ട്. എല്ലാ ഫാക്ടേഴ്സും നോക്കുമ്പോൾ ഐസർ പൂനെയൊക്കെയാണ് കുറെ കൂടിയും ഹയർ റേറ്റിംഗ് വരുന്നതായിട്ട് കാണുന്നത്. അത് പലർക്കും പല ക്രൈറ്റീരിയ ആണല്ലോ. ചിലർക്ക് ഇങ്ങനെയുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഉള്ളത് കൊണ്ട് ഇതിന് പ്രാധാന്യം കൊടുക്കാന്നുണ്ടാവും. പക്ഷെ ആൾ ടുഗദർ റേറ്റിംഗ് നോക്കുമ്പോൾ ഐസർ പൂനെക്ക്, കൊൽക്കത്തയൊക്കെയാണ് കുറെ കൂടി ഹയർ റേറ്റിംഗിൽ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ സർ, താങ്ക് യു സർ. സോറി ഫാസ്റ്റ്. സർ തിരുപ്പതി എങ്ങനെ സർ? തിരുപ്പതിയും ട്രിവാൻഡ്രം കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ആകുമ്പോൾ ട്രിവാൻഡ്രം ആയിരിക്കും ബെറ്റർ. സാധാരണ നമ്മൾ കാണല് ഐസർ പൂനെ, കൽക്കത്ത, മൊഹാലി, അത് കഴിഞ്ഞതിന് ശേഷം ഒരു 4ാമത്തെ റേഞ്ചിലൊക്കെയാണ് നമ്മൾ ഐസർ തിരുവനന്തപുരം കാണുന്നത്. കറക്റ്റ്.
ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ലുബിന മാം, എന്നാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി ആർക്കും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ലുബിന മാം ആൻഡ് കബീർ സർ, ഫിറോസ് സർ. നമുക്ക് നല്ല ഒരു ക്ലിയർ ഇൻഫർമേഷൻ കിട്ടി. ഞാൻ കുറച്ചായിട്ട് ഇതിന്റെ പിന്നിലാണ് എനിക്ക് ഏറ്റവും തോന്നുന്നത് ഈ സെക്ഷന് കുറെ വാല്യബിൾ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ. നമുക്ക് ഈ ഒരു ശാസ്ത്ര പഠനത്തിന് ഐസർ എന്നുള്ള ഈ ഒരു വിഷയത്തെ പറ്റി വളരെ നല്ല രീതിയിൽ തന്നെയാണ് മാം ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളത്. മാമിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ നമ്മുടെ സിജിയുള്ള കരിയർ എക്സ്പേർട്ട് ആയിട്ടുള്ള കബീർ സർ, ഫിറോസ് സർ, അവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചകളിലും വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് സിജി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. സെയിം ലിങ്ക് തന്നെയായിരിക്കും എല്ലാ ആഴ്ചകളിലും ഉണ്ടാവുക. നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് അതിൽ കയറാവുന്നതാണ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു all.